Hi guys, welcome back to my channel. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് വാക്കിംഗ് ഡ്രൈവ്സിനൊക്കെ പോയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ. അപ്പം അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഭയങ്കര ലെങ്തി ആയിട്ടൊന്നും പറഞ്ഞ് വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യം പറയാം. ഫസ്റ്റ് വൺ, നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനി ആയിട്ടുള്ള SFO ടെക്നോളജീസ് എന്ന് പറയുന്നത് നമ്മുടെ കാക്കനാട്, കളമശ്ശേരി, കൊച്ചി ബേസിൽ വരുന്ന ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഒക്കെ വരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിലേക്ക് നമുക്ക് ജൂനിയർ ഇലക്ട്രിക്കൽ ട്രെയിനീസ് ആയിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് SFO ടെക്നോളജീസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ SFO ടെക്നോളജീസിലേക്ക് ഈ ഒരു വാക്കിംഗ് ഡ്രൈവിനായിട്ട് പോകുന്നത്. ഇത് പോകുന്ന ഡേറ്റ് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നടന്ന് നമ്മളെടുത്ത് വാക്കിംഗ് ഡ്രൈവ് അല്ലെങ്കിൽ വാക്കിംഗ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് ഒരു 99% എക്സാമിനേഷൻ നടക്കും. ഏതർ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഓർ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടെക്നിക്കൽ ടുഗെദർ, ഇങ്ങനെയൊക്കെ അത് ഡിപ്പെൻസ് എങ്ങനെയാണെന്ന് അറിയാം. പക്ഷെ എന്തായാലും ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് എക്സാമിനേഷൻ നടക്കുന്നുള്ളത് ഷുവറാണ്. അപ്പം ഞാൻ കൂടുതലും ടെക്നിക്കൽ സൈഡ് പവർ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് നോക്കി പോയിട്ടുണ്ടായിരുന്നത്, ആ കമ്പനിയുടെ ഒരു നേച്ചറൊക്കെ നോക്കിയിട്ട്. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും ഫൈനൽ പ്രോജക്റ്റ് വാസ് റിലേറ്റഡ് ടു പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഫോർമൽസ് ഒക്കെ ഇട്ട് പോയത് പക്ഷേ വേസ്റ്റ് ആയി പോയി. ചെന്നപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ നടന്നില്ല, നമുക്ക് 2 റൗണ്ട് എക്സാം ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. The first one was 25 questions of aptitude. Aptitude 25 questions 25 മിനിറ്റിൽ ആൻഡ് ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു എക്സാം ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 50-60 ക്വസ്റ്റ്യൻസ് 1 hour കംപ്ലീറ്റ് ചെയ്യാനാണ്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് വാസ് വെരി ബേസിക്, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഒരു ഓൾമോസ്റ്റ് എല്ലാവരും 20 മിനിറ്റ്സ് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബസ് സർവീസ് ഉണ്ടായിരുന്നു, നമ്മളെ കാക്കനാട് സെസ് വരെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കമ്പനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് അവരുടെ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ മറ്റേ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് ആ ഒരു ഏരിയയിൽ. അതുകൊണ്ട് ആരും അങ്ങനെ ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഐ റെസ്പെക്ട് ദാറ്റ്. ഞാൻ അങ്ങനെ അധികം വീഡിയോസും ഫോട്ടോസൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് 1 month കഴിഞ്ഞ് ഒരു 1 month മാക്സിമം പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് സെലക്റ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് പേഴ്സണലായിട്ട് ഇമെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. അത് കഴിഞ്ഞിരിക്കും ബാക്കി GD ഇൻ്റർവ്യൂ, പാനൽ ഇൻ്റർവ്യൂ, ബാക്കി 2-3 റൗണ്ട്സ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും നമുക്ക് ഈ ഒരു ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി പോസ്റ്റിലേക്കും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, മറ്റ് പോസ്റ്റുകളിലേക്കൊക്കെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ റെസ്യൂമേ, ബയോഡാറ്റ, അതുപോലെ അവിടെ നമുക്കൊരു ഫോമൊക്കെ ഫിൽ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കിയിട്ട് നമ്മളുടെ എക്സാമിനേഷൻ മാർക്സ് ഒക്കെ വാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു റിസൾട്ട് 1 month ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് BEML. SFO ടെക്നോളജീസിൻ്റെ എക്സാം ഞാൻ എഴുതിയത് കളമശ്ശേരിയിലുള്ള സെസ്സിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് കിട്ടുമോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിലായിരുന്നു കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് പോയിരുന്നത്, അത് പക്ഷേ ആവശ്യം വന്നില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ആൻഡ് ഇന്നലത്തെ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, BEML ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ഒരു സർവീസിൽ വരുന്നതാണ് BEML എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് മൈനിങ്, കൺസ്ട്രക്ഷൻ, റെയിൽവേസ്, ഹെവി എഞ്ചിനീയറിംഗ് ആൻഡ് മിഷനറി, ഡിഫൻസ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പബ്ലിക് സെക്ടറാണ് നമ്മളുടെ BEML എന്ന് പറയുന്ന കമ്പനി. സോ BEMLനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 96 വാക്കൻസീസ് ഒക്കെയാണ് വേരിയസ് ജൂനിയർ എഞ്ചിനീയർ ട്രെയിനി ലെവലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ അറൌണ്ട് 6 വാക്കൻസീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 600 പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് 8 മണിക്ക് രാവിലെ കഞ്ചിക്കോട് BEML കോംപ്ലക്സിൽ വെച്ചിട്ടായിരുന്നു വാക്കിംഗ് ഡ്രൈവ് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും നമ്മളൊരു കാറ് മൊത്തം ഒരു പട ആൾക്കാരായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ ചെന്ന് ഒരു ഗവൺമെൻറ് പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് വളരെ സ്ട്രിക്റ്റ്ലി പ്രോട്ടോകോൾ ആയിട്ടുള്ള എന്താ പറയുക, ഭയങ്കര ചിട്ടയോടുകൂടിയായിരുന്നു ഓരോ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്നോടെ നമ്മുടെ ബാഗ്സ്, അതുപോലെ മൊബൈൽ ഫോൺസ്, കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മാറ്റിവെച്ചു. അവരവിടെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഗേറ്റിനകത്തേക്ക് ആ ഒരു ഏരിയയിലേക്ക് കടത്തി വിടുന്നത്. ആൻഡ്
നമ്മൾ ചെന്ന് നമ്മൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോയി ഇരിക്കുന്നത് വരെയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് 1 മണിക്കൂർ സമയം പിടിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്, 30 മിനിറ്റ്സ്. അപ്പോൾ 10 മണി തൊട്ട് 10:30 വരെ നമ്മുടെ എക്സാമിനേഷൻ. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല, പ്യൂർലി നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാം കഴിഞ്ഞ് അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞ് 90 മിനിറ്റ്സിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു. പക്ഷേ അതിൽ കുറച്ചും കൂടെ സമയം വേണ്ടി വന്നു. ഇറ്റ് വാസ് വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾക്ക് മൊബൈൽസും കാര്യങ്ങളൊക്കെ തിരിച്ച് റിട്ടേൺ ചെയ്ത് നമ്മൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് നമ്മൾക്ക് ഒരു എക്സിറ്റ് തന്നു. ആൻഡ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു കാർ മൊത്തം ആൾക്കാരായിട്ട് പോയതാണ്, ഒരാൾക്കെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ ആർക്കും കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. കാരണം അതിന് മാത്രം കോമ്പറ്റീഷൻസ് ആയിരുന്നു. ഒരുപാട് പേര് പലതരത്തിലുള്ള മെറ്റലർജി ആയിക്കോട്ടെ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് മൺഡേ നടന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ് വാസ് 11th. അന്ന് ഫ്രഷേഴ്സിനും 12th. ട്യൂസ്ഡേ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും. അങ്ങനെ 2 ഡിവിഷൻസ് ആയിട്ടാണ് 2 സ്കെഡ്യൂളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും പറയുമ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. SFO ടെക്നോളജീസ് ഞാൻ പോയ സമയത്ത് എൻ്റെ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരാൾ മാത്രമേ വേറെ ഉണ്ടായിരുന്നുള്ളൂ. EML പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു, എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും കിട്ടാതായപ്പോൾ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഫുൾ കോമഡിയൊക്കെ ആയിരുന്നു. ആ ഒരു ടെക്നിക്കൽ റൗണ്ടൊക്കെ അല്ലെങ്കിൽ എക്സാമിനേഷൻ റൗണ്ട് പാസ്സായി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂവിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റും. പക്ഷെ ഞങ്ങളാരും അങ്ങനെ ഭയങ്കരമായി പ്രിപ്പയർ ചെയ്തിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട് കഞ്ചിക്കോട് നടക്കുന്ന പോലെ തന്നെ നമ്മുടെ മൈസൂർ, കർണാടക എവിടേക്കൊക്കെ പാരലലി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞ് വന്ന സമയത്ത് അവർ കുറച്ച് പേരുടെ പേര് അനൗൺസ് ചെയ്ത് നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ രജിസ്റ്റർ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് തിരിച്ച് വോക്കൗട്ട് ചെയ്യാമെന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ചമ്മി അവിടെ നിന്ന് അങ്ങനെ പോകുന്നു. അതൊക്കെ ഞാൻ ഷോർട്സിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഷോർട്സ് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പം ഇനി എനിക്ക് GC തൃശ്ശൂർ ഒരു വീഡിയോ എടുക്കാൻ പോകാനുണ്ട്. കാരണം കുറേ പേരുടെ അടുത്ത് ലൈഫ് GC തൃശ്ശൂർ വീഡിയോ കണ്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു GC പോയിട്ടൊരു വീഡിയോ എടുക്കുമോ, ഞങ്ങൾക്ക് GCയുടെ ക്യാമ്പസ് കാണണമെന്നൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്ന് പാസ് ഔട്ടായി കുറച്ച് മനസ്സായി, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. പക്ഷേ ഈ ഫ്രൈഡേ ഞാൻ എന്തായാലും വേറൊരു പരിപാടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ GC പോയി ഇൻസൈഡ് ക്യാമ്പസ് വ്യൂസും കാര്യങ്ങളും ബിൽഡിങ്സും ഞാൻ പഠിച്ചെടുക്കും. എന്തായാലും പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോസൊക്കെ കാണാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അതെന്തായാലും പോസ്റ്റ് ചെയ്യും. ഒരു ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഞാനത് അപ്ലോഡ് ആക്കാം. അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ, ഓഫ് ക്യാമ്പസ് ഡ്രൈവ്സ്, അതുപോലെ വോക്കിംഗ് ഇൻ്റർവ്യൂസ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നതെന്ന് വെച്ചാൽ ഒന്ന് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് നമ്മൾ കമ്പനീസിൻ്റെ ഫോളോ ചെയ്യുക. അതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നമ്മൾ ഈ കമ്പനീസിൻ്റെ ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ത്രൂ ഒക്കെ അറിയും. പിന്നെ ഒരുപാട് വാട്സപ്പ് ചാനൽസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് BML പോലത്തെ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് വരുന്ന വോക്കിംഗ് ഡ്രൈവ്സ് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റും. ആൻഡ് പോകുമ്പോൾ കുറച്ച് പഠിച്ചിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. കാരണം നല്ല കോമ്പറ്റീഷൻ വരുന്നതാണ് ഈ ഓഫ് ക്യാമ്പസ് ഡ്രൈവ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വെറുതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫണ്ണുള്ള രീതിക്ക് എല്ലാവരും കൂടെ പോയി കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് അതൊരു രസമാണ്. പക്ഷെ എപ്പോഴും സീരിയസ് ആയിട്ട് എടുത്തിട്ട് കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഞാൻ BMLൻ്റെ ഇൻ്റർവ്യൂവിന് പോയ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം ബുക്ക് ചെയ്ത്. ഞാൻ അതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1-2 പേരോട് പറഞ്ഞിരുന്നത്. പിന്നെ അതങ്ങനെ എല്ലാവരും അറിഞ്ഞു, എൻ്റെ വായിൽ തന്നെ കുറച്ച് വന്നു. അപ്പോൾ ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനൊരു ചാനലുള്ള കാര്യം അറിയാം. ആൻഡ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ GCയുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും